ഹലോ ഗെയിമേഴ്സ്. അപ്പോൾ GTA 6 ഒരു 2 ദിവസം മുമ്പ് ലീക്ക്ഡ് വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ കുറച്ച് തപ്പി എനിക്ക് സാധനം കിട്ടിയില്ല. ആ സാധനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണിക്കാൻ അയച്ചു. ഇതാണ് സാധനം. ഓഡിയോ സബ്സ്റ്റിറ്റ്യൂഷൻ. വീഡിയോക്ക് ഓഡിയോ ഇല്ലാത്തൊരു വീഡിയോയാണ് വന്നിരിക്കുന്നത്. Control. Okay. So, ജെയ്സന്റെ വീടാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ശരിയായി ധരിക്കുന്ന വീടായിരിക്കും. വീടാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അവിടെ നിൽക്കുന്ന ഒരു വീഡിയോ. ഇത് ശരിക്കും ഒരു യൂട്യൂബർ ചെയ്ത വീഡിയോയാണ്. അത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന് മാത്രം. അവൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ജമ്പ് ചെയ്തു. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തെറിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാസ്കറ്റ് ബോൾ നിരത്തിൽ ബാസ്കറ്റ് ബോൾ എടുക്കുന്നു, പ്ലേ ചെയ്യുന്നു, എയിം ചെയ്യുന്നു. ഒരു ബോർഡുണ്ട്. ജസ്റ്റ് ഗെയിം ഭയങ്കര നാച്ചുറലായിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇത് 3 കൊല്ലം മുമ്പ് ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള സമയത്ത് ലീക്ക് ചെയ്യപ്പെട്ട വീഡിയോയാണ്. ആ വീഡിയോ ഇപ്പോഴാണ് ഇവര് പുറത്തു വിടുന്നത്. ഇവൻ സൈബർ ലീക്ക് എന്ന് പറയുന്ന ടീം ഇപ്പോഴാണ് പുറത്തു വിടുന്നത്. ഇവൻ GTA 6 എന്താ പറയാ, ഹാക്കേഴ്സും കാര്യങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നമുക്കറിയാം. ഏകദേശം പറഞ്ഞുതരാം, ഒരു കാര്യം കാണിച്ചാൽ ആ ബോൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഫ്ലോട്ട് ചെയ്യുന്നൊരു ഫിസിക്സ് ഉപയോഗിക്കാൻ എന്നാ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി കണ്ടുതരാം കേട്ടോ. ഹലോ, എന്നാ നാച്ചുറൽ ആയിട്ടാണ് ബോൾ ആ വെള്ളത്തിൽ കൂടെ പോകുന്നത്. സി, ആ പിച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് വെള്ളത്തിൽ കൂടെ പോകുന്നത്. ആ വെള്ളത്തിന്റെ അതേ സമയത്തുള്ള വേവുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു ഫുട്ടേജ് ലീക്ക് വന്നിരിക്കുന്നത് വെച്ചാൽ ജെയ്സൺ കാറ് ഡ്രൈവ് ചെയ്ത് പോയിട്ട് വേറൊരു കാറുകാരനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് 6 സ്റ്റാർ 100 ലെവൽ വരുന്നതാണ്. അതിനകത്ത് 6 സ്റ്റാർ ഇതിനകത്ത് വരുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോനകത്ത് 2 സ്റ്റാർ വരുന്ന വരെയായിട്ടുള്ള വീഡിയോയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ എക്സ്റ്റൻഡഡ് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ കാണിച്ചു തരാം. ഈ കാര്യം പറയാൻ വിട്ടുപോയി. സോ നോക്കിക്കോട്ടോ, ഈ ഒരു ഇത് കണ്ടോ, പോസ്റ്റ്. ഈ പോസ്റ്റിനകത്ത് തുരുമ്പ് പിടിച്ച ടെക്സ്ചറൊക്കെ കണ്ടോ, എന്ത് നൈസായിട്ട് ചെയ്തിരിക്കുന്നത്. ഗെയിം ഭയങ്കര നാച്ചുറൽ ആണ്. ഈ ഇംപെർഫെക്ഷൻ ഈസ് ദ വെർച്വൽ പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിനെ ഒപ്പി എടുത്തിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ദെൻ GTA സാൻ ആൻഡ്രിയാസിലും വൈസ് സിറ്റിയിലും ഒക്കെ മിസ്സായ കുറെ കാര്യങ്ങൾ GTA 6 തിരിച്ചു വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇയാൾ അറ്റാക്ക് ചെയ്യുന്ന വെപ്പൺ കണ്ടോ, നമ്മുടെ ഫാം ജാക്ക് നമ്മുടെ ടാപ്പ് അതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. ടാപ്പ് നമ്മൾ ചെയ്യുന്ന ജാക്ക്, അതാണ് സി. അത് നമ്മളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ വാട്ടർ ലെവൽ 2 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കത് കാണാൻ കഴിയും. ആ ഒരു വെപ്പൺ നമുക്ക് ഈവൻ GTA 5 ഇങ്ങനത്തെ വെപ്പൺസ് എടുക്കാൻ പറ്റില്ല. അതേപോലെ ബേസ്ബോൾ ബാറ്റ് എടുക്കാൻ പറ്റൂല. ഇവൻ നമുക്കറിയാം GTA Vice Cityയിൽ പോലീസുകാരുടെ ലാത്തി വരെ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നു. ഇവൻ ഇതൊന്നും ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല, GTA 5 ആപ്ലിക്കബിൾ അല്ലായിരുന്നു. ഈവൻ അത് GTA 6 തിരിച്ചു വന്നിരിക്കാം. ഇത് നല്ല സോൾ എലമെന്റ് ആണ്. ജിറ്റിയുടെ സോൾ എലമെന്റ് എന്ന് പറയുന്ന സാധനമാണ്. GTA 5 സ്റ്റോറി മോഡിലൊന്നുമില്ലായിരുന്നു. പക്ഷെ RPM പ്ലേ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. RPM പ്ലേയിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവൻ 2 ലെവൽ പോലീസ് ബാക്കിലുണ്ട്. ഒരു ചോപ്പറിന്റെ അടുത്ത് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രമാണ് എനിക്കിപ്പോ ആ ഒരു ലീക്ക് ആയതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫുട്ടേജ്. ഇവിടെപ്പോ എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫാക്ടറീസ് അതിൽ നിന്ന് പോകുന്ന പോക്ക അതൊക്കെ ഇങ്ങനെ ഭയങ്കര നെയിംസ് ആയിട്ട് കാണാം. പിന്നെ അതേപോലെ പിന്നെ GTA 6 ഫുൾ മാപ്പ് ലീക്ക് ആയിരിക്കുകയാണ് എന്നുണ്ടായിരുന്നു ഈ ഒരു ഇതിനകത്ത്. ആ മാപ്പ് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് ഇപ്പം
ബൈ സൈബർ ലീഗ് ഓൺ സോളാന. സോളാന കൊടുത്ത് സൈബർ ലീഗ് പർച്ചേസ് ചെയ്യാന്ന് വരെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് വെച്ചാൽ മുമ്പ് വന്ന സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പോർഷൻ മാത്രമായിരുന്നു സ്ക്രീൻഷോട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫുൾ വേഷൻ വന്നിരിക്കുകയാണ് GTA 6. ഇതായിരിക്കും, കൺഫേം ഒന്നല്ല, ഇതെന്തായാലും സംഭവം ഫുട്ടേജ് ലീക്ക് ആയതും എന്താ പറയാ റോക്സ്റ്റാർ ഇടപെട്ട് യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസ് എന്താ പറയാ ടേക്ക് ഡൗൺ ചെയ്ത് ഒഴിവാക്കി. അതേപോലെ ഇവരുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഇവരുടെ ഡാർക്ക് വെബിനകത്ത് ഉണ്ടായിരുന്ന ഏതൊരു പേജാണ്, അതിന്റെ URL കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈഡൻ വിക്കിനകത്ത് ലിസ്റ്റഡ് ചെയ്യാത്ത URL ആണ്. അതുകൊണ്ട് തന്നെ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ഇവൻ ടൂർ ബ്രൗസറിൽ കയറിയിട്ട് നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടുമായിരിക്കും. ഇപ്പൊ എന്താ വെച്ചാൽ കുറച്ചുകൂടി പ്രോപ്പറിലാണ്. സൈബർ ലീക്ക് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ സാധ്യത വളരെ കുറവാണ്. എന്താ വെച്ചാൽ ഒരുമാതിരി നമുക്ക് ഫുൾ URL കിട്ടാതെ ഒരു സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവിടെ എവിടേക്കോ കിടക്കുന്നുണ്ട് സാധനങ്ങൾ. അതേപോലെ ഒരുപാട് ടൊറന്റ് സൈറ്റിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഞാൻ ടൊറന്റ് സൈറ്റിൽ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. 2 മിനിറ്റും 25 സെക്കൻഡും ഉള്ള ഫുട്ടേജാണ് ശരിക്കും ലീക്ക് ആയിരിക്കുന്നത്. അതിനകത്ത് 6 സ്റ്റാർ വാണ്ടഡ് ലെവലിൽ വരെ എത്തുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ വരെ ഉള്ളതാണ്. കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വെച്ചാൽ മാപ്പിനെ പറ്റി പറഞ്ഞിരുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലോറിഡ സിറ്റിയില് മൗണ്ടൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ GTA 5 മൗണ്ടൻസ് കുത്തി നിറച്ച പോലെ കുത്തി നിറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാപ്പിന്റെ ഒരു 70% ഗ്രീനിഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഫോറസ്റ്റ് മൗണ്ടൻ തന്നെയായിരിക്കും. പിന്നെ സിറ്റീസ് കുറച്ചുകൂടി ലാർജർ ആയിട്ടുണ്ട്. ഇവിടെ ലാർജർ സിറ്റി കാണാം. പിന്നെ ഇത് നമ്മുടെ ജെയ്സന്റെ വീടിരിക്കുന്ന ഐലൻഡ്, ഇത് വൈസ് സിറ്റി. ദെൻ ഇവിടെ ഒരു ഹെലിപ്പാഡ് കാണാം നമുക്ക്. ഹെലിപ്പാഡല്ല, റൺവേ. ഈവൻ എന്താ പറയാ നമ്മുടെ GTA 5 ബ്ലൈൻ കൗണ്ടിയിൽ ഉണ്ടായിരുന്ന പോലെ ചെറിയൊരു എയർപോർട്ട് ആയിരിക്കാം. ഇവിടെ ഒരു വലിയ റൺവേ കാണാം. ദിസ് മീൻസ് ഒരു പക്ഷേ നമ്മുടെ സിറ്റി മിയാമി സിറ്റി. മിയാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിഡ. ഫ്ലോറിഡയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഇതായിരിക്കാം. ഇനി നമുക്ക് ഇതിന്റെ പേര് നോക്കാം. ലിയോണ്ട ഫ്ലോറിഡ ആയിരിക്കും. അതായത് ലോസ് ആൻഡസ് പോയതുപോലെ ലിയോണ്ട ഫ്ലോറിഡ ആയിരിക്കണം. മറിയാന കൗണ്ടി എനിക്ക് കൃത്യമായിട്ട് എന്താ പറയാ ഫ്ലോറിഡത്തെ സ്ഥലങ്ങളുടെ പേരും ലൊക്കേഷനും ഒന്നും അറിയില്ല. എനിവേ ഓക്കെ, വൈസ് ഡെയിൽസ് കൗണ്ടി ഇതാണ്. വൈസ് സിറ്റി അപ്പോൾ ഏതായിരിക്കും? ഇതാണോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എക്സാക്ട്ലി നമ്മുടെ വൈസിറ്റിയുടെ മാപ്പ് പോലെ. വൈസിറ്റി നമുക്ക് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബീച്ച് ഉണ്ടായിരുന്നു, ദെൻ 2 പാലങ്ങൾ ഉണ്ടായിരുന്നു, 2 പാലത്തിന്റെ നടുക്ക് 2 ഐലൻഡ് ഉണ്ടായിരുന്നു, അപ്പുറത്ത് ചെറിയൊരു സിറ്റി ഉണ്ടായിരുന്നു. ഇതായിരുന്നു വൈസിറ്റിയുടെ മാപ്പ്. എക്സാക്ട് തിങ്, exactly similar. So this Vice-Dale County, this must be Vice City. Okay, Leonard County. Leonard County, I don't know nothing about that. K County, then Lumox County. So this must be Miami, then Mariana County. So GTA 5 ലോസ് ആൻഡസ് ആൻഡ് ബ്ലൈൻ കൗണ്ടി ആയിരുന്നെങ്കിൽ ഇതിനകത്ത് 1 2 3 4 5 കൗണ്ടി ആൻഡ് സോ മെനി 1 2 3 4 5. ഇത് വൈസ് സിറ്റിയുടെ ഐലൻഡിൽ പെടുന്നതായിരിക്കും. 5 6 7 8 9 10 11 12 13 14 15ഓളം ഐലൻഡുകൾക്ക് മുകളിൽ ഒരുപാട് ഐലൻഡുകളുണ്ട്. ആ ഐലൻഡിലൊക്കെ ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും വിചാരിക്കാം. എന്തായാലും ഇതാണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്ന മാപ്പ്. ഇത് എത്രത്തോളം കറക്റ്റ് ആയിരിക്കും അറിയില്ല. എല്ലാവരും പറയുന്നത് തന്നെയാണ് കറക്റ്റ് മാപ്പ് നോക്കിയാണ്, എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ വേറെ കുറെ കോൺസ്പിറൻസി ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കുർത്തവ് യാദവ് സംതിങ് ലൈക്ക് ദാറ്റ്. അവരായിരുന്നു GTA 6 ആദ്യത്തെ GTA 6 റോക്ക് സ്റ്റാറിന്റെ ടീമിനെ ആദ്യമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരാള് അവരായിരുന്നു. അവരൊരു മൈനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2018 ടൈമിലാണ് സംഭവിക്കുന്നത് തോന്നുന്നു. എന്നിട്ട് റോക്ക് സ്റ്റാർ അവരെ പിടിച്ചു, പോലീസ് പിടിച്ചു. അവരിപ്പോൾ പ്രിസണിലാണുള്ളത്. എന്താ പറയുക,
ജൂനിയർ ഹോം എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിസണിലാണ് അവരുള്ളത്. ഭയങ്കര കഴിവുള്ള ഒരാളാണ്. ഓൾസോ എന്താ പറയുക, നമ്മളെ ബുദ്ധിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ട്, ആ അസുഖമുള്ള ഒരാളായിരുന്നു ആ ഒരു മെയിനായിട്ടുള്ള ആള്. സോ ഇപ്പോഴത്തെ കോൺസ്പിറസി എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു വലിയ എന്താ പറയുക സൈബർ ടീമുണ്ട്. ഒരു ഹാക്കിംഗ് ഒക്കെ പോലത്തെ ഒരു വലിയൊരു ടീമുണ്ട്. ഈ ടീം റോക്ക് സ്റ്റാറിനെ മുട്ടുകുത്തിക്കും, അല്ലെങ്കിൽ GTA 6 കംപ്ലീറ്റ്ലി ഫെയിലാക്കും. GTA 6 എന്താ പറയുക ഗെയിം ഹാക്ക് ചെയ്യപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ ഗെയിം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ മീൻ ക്രാക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ GTA 6 ഇറങ്ങിയിട്ട് ഫ്യൂ മന്തുകൾക്കുള്ളിൽ GTA 6 ക്രാക്ക് വരും എന്നൊക്കെ പറയപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി കുർത്തവ്യാജവിൻ്റെ ഒരു ബേസിൽ അവരുടെ ഒരു ഫാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ നിരന്തരമായിട്ട് റോക്ക് സ്റ്റാറിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഇവൻ അതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായ ഐഡിയ കോൺസ്പിറസിയാണ്. മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാം, GTA 6 നേരിട്ടിടത്തോളം സൈബർ അറ്റാക്ക് ഇപ്പോൾ വേറെ യാതൊരു മേഖലയിലും ആരും ഈ ലോകത്ത് നേരിടുന്നില്ല. കാരണം ലോകത്തിലെ തന്നെ എന്റർടൈൻമെന്റ് മേഖലയിൽ വെച്ചിട്ട് എന്റർടൈൻമെന്റ് തന്നെ വെച്ചാൽ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് സംഭവമാണ് GTA 6. ഐ തിങ്ക് മോർ ദാൻ 1 ബില്യൺ ഇതിനകത്ത് ചെലവായി എന്ന് പറയുന്നു. 2 ബില്യൻ്റെ അടുത്ത് ചെലവായി എന്ന് പറയുന്നു. ബുർജ് ഖലീഫിനെക്കാട്ടും ചെലവ് കൂടിയ ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറയുന്നു. വാട്ടവർ. പിന്നെ അതുപോലെ ഇവൻ ഈ ഗെയിം ഫൂട്ടേജ് ലീക്ക് ആയപ്പോൾ തന്നെ ടേക്ക് ഡൗൺസിന്റെ സ്റ്റോക്കിനകത്ത് വലിയ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബിസിനസ് പരമായിട്ടും കൊമേഴ്ഷ്യൽ പരമായിട്ടും ഒക്കെ വളരെയധികം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സംഭവം ഒരു സിറ്റുവേഷനിലാണ് റോക്ക് സ്റ്റാർ ഇപ്പോൾ ഉള്ളത്. പിന്നെ വേറൊരു ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുട്ടേജ് ശരിക്കും റോക്ക് സ്റ്റാറിന്റെ എംപ്ലോയീസ് ലീക്ക് ചെയ്തൊരു ഫുട്ടേജ് ആയിരുന്നു. അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഹാക്കേഴ്സിന്റെ കയ്യിലെത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായ ധാരണ ഒന്നുമില്ല. വേറൊരു കാര്യം ഇപ്പൊ ഈ ഒരു ഫുട്ടേജ് ലീക്ക് ആയതിൽ മറ്റൊരു കോൺസ്പിറസി നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറച്ച് എന്താ പറയാ വീടാണ്, എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. ഈ മാസം 27-നാണ് നെറ്റ്ഫ്ലിക്സിൽ റോക്ക് സ്റ്റാർ GTA 6 എക്സ്റ്റൻഡഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കാൻ പോകുന്നത്. അത് ഗെയിം പ്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ GTA 6 വലിയ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടോക്ക് എന്താ പറയുക മീറ്റിംഗ് കാര്യങ്ങളും ചർച്ചകളൊക്കെ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ സമയത്ത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ഓഗസ്റ്റ് 27, 2026 ഗെയിം ചിലപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗെയിമിന്റെ ഡെവലപ്മെന്റിലും വലിയ വലിയ കാര്യങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. 2018 കുർത്തവ്യാജക്ക് ഹാക്ക് ചെയ്ത സമയത്ത് റോക്ക് സ്റ്റാറിനോട് അവര് പറഞ്ഞിരുന്നു, കുർത്തവ്യാജ് പറഞ്ഞിരുന്നു അവരുടെ GTA 6 അന്ന് അവൻ ഹാക്ക് ചെയ്യുന്ന ടൈം അവിടെ വരെയുള്ള സോഴ്സ് കോഡ് അവൻ്റെ കയ്യിലുണ്ട്, അത് അവൻ ലീക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. സോഴ്സ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന്റെ ഫുൾ ഡെവലപ്മെന്റിന്റെ ബേസ് മുതൽ എല്ലാം അതുവരെ റോക്ക് സ്റ്റാറിന്റെ GTA 6 എന്താണുള്ള എല്ലാം അവന്റെ കയ്യിലുണ്ട് എന്നാണ് അവൻ അവകാശപ്പെട്ടിരുന്നത്. സോ അതൊക്കെ ചിത്രീകരിച്ചിട്ട് എന്താ പറയുക റോക്ക് സ്റ്റാർ വലിയ വലിയ അറ്റാക്കിലേക്ക് പോകുന്നു. അതിനൊക്കെ സാധൂകരിക്കാൻ റോക്ക് സ്റ്റാറിന് ഇനിയും GTA 6 ഡെവലപ്മെന്റിലേക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നവംബർ 19 GTA 6 റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ റോക്ക് സ്റ്റാർ ഇപ്പോഴും ആശങ്കയിലാണ്. സോ GTA 6 കുറച്ചുകൂടി ടൈം റോക്ക് സ്റ്റാറിന് വേണം. അതുകൊണ്ട് 2027 റിലീസ് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ മൂന്നാമത്തെ ടൈമത്തെ പോസ്റ്റ്പോണ്ട് ആയിരിക്കും GTA 6 2027 മാർച്ചിലേക്കൊക്കെ ആയിരിക്കും പോസ്റ്റ്പോണ്ട് ആവുകയാണെങ്കിൽ ഗെയിം ആവും. ഇത് എന്താ പറയുക ടേക്ക് ഡൗൺ ഇന്ററാക്റ്റീവിനെ നല്ല വിധത്തിൽ ബാധിക്കും. മാത്രമല്ല GTA 6 ഫാൻസ്, GTA 6 കമ്മ്യൂണിറ്റി എല്ലാത്തിനും നല്ല വിധത്തിൽ ബാധിക്കും. എനിവേ എന്തായാലും റോക്ക് സ്റ്റാർ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലാണ്. സോ ഈ പോസ്റ്റ്പോണ്ടിന് കൃത്യമായ, അതായത് GTA 6 പോസ്റ്റ്പോണ്ടിന് കൃത്യമായ ഒരു കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഫുട്ടേജ് അവർ തന്നെ ലീക്ക് ചെയ്തതാണ് എന്നും പറയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. എന്തായാലും GTA 6 വന്നു കഴിഞ്ഞാൽ
കളിക്കാൻ പറ്റുന്നവർക്ക് മാക്സിമം കളിക്കാം, ഞാനും കളിക്കാൻ ശ്രമിക്കും. സോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.